ജില്ലയിൽ പുതുനഗരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ മലങ്ക് ഷാ ഔലിയ. എന്താണ് അവിടുത്തെ പ്രത്യേകത? അവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ ഭസ്മവും ഇവിടുന്ന് ആ മക്ബറന്റെ ആ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരടി നീളത്തിലൊന്ന് മണ്ണ് താത്തിയിട്ട് മണ്ണെടുക്കും. ആ ഭസ്മവും മണ്ണും കലർത്തിയിട്ട് സിയാറത്ത് ടൂർ എന്ന പേരിൽ വരുന്ന ഇവിടെന്നും അവിടെന്നും നാട്ടിന്റെ വ്യത്യസ്ത ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ഭസ്മമാക്കി ബർക്കത്താക്കി കൊടുക്കുകയാണ് തബറുക്ക് വിതരണം. എന്താ തബറുക്ക് വിതരണം? മണ്ണ് തീറ്റിക്കുക, കൂടെ ഭസ്മവും, അമ്പലത്തിലെ ഭസ്മവും. പേരോ മതമൈത്രി. അതാണ് വലിയ തകരാർ സഹോദരന്മാരെ. മതമൈത്രിയല്ല വേണ്ടത്. ഇസ്ലാം മതമൈത്രി പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ മറ്റു മതങ്ങളോട് മൈത്രി ഏർപ്പെടാൻ ഇസ്ലാമിന്റെ പ്രഖ്യാപനമില്ല. മറിച്ച് ഇസ്ലാമിന്റെ പ്രഖ്യാപനം മനുഷ്യമൈത്രിയാണ്. ജാരങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളുടെ പേര് പറഞ്ഞ് അത് മുജാഹിദ് എതിർക്കുമ്പോ ആ ഉത്സവത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ പറയാറുള്ള ഒന്ന് മതമൈത്രിയല്ലേ എന്നാണ്. യഥാർത്ഥത്തിൽ മതമൈത്രിന്റെ പേര് പറഞ്ഞ് മറ്റുള്ളവന്റെ സംസ്കാരം, മറ്റുള്ളവന്റെ ആചാരം, മറ്റുള്ളവന്റെ ആരാധന ചാണിനു ചാണായും മുഴത്തിന് മുഴവായും പിൻപറ്റുന്ന കാഴ്ച. മലങ്ക് ഷാ ഔലിയ ജാറത്തിന് നേതൃത്വം നൽകുന്ന പൂജാരി തന്നെ പറയട്ടെ എന്താ അവിടെ നടക്കുന്നത്, അതിനൊക്കെ എന്താ പിന്തുണുള്ളത്, ചരിത്രമുണ്ടോ, പിൻബലുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് കേട്ടുനോക്കൂ. ചരിത്രം എന്ന് വെച്ചാൽ ഫുള്ളായിട്ടില്ല, നമുക്ക് മാക്സിമം നമുക്ക് അറിഞ്ഞത് പറയാം എന്ന് മാത്രം. നമ്മുടെ പേര് അബ്ദുൾ റഹീം. കമ്മിറ്റിയിൽ ഒരു മെമ്പർ എന്ന് വെച്ചാൽ ഒരു അവകാശി. ഇപ്പൊ തൽക്കാലം നമ്മള് ഒരു സമയം വരുമ്പോൾ നമ്മൾ വന്നിരിക്കുന്നു. ചരിത്രം നമുക്ക് അത്ര വിശദമായിട്ട് അറിയില്ല. പക്ഷെ ഇവര് മലങ്ക് ഷാ ഔലിയ എന്ന് പറയും. മലങ്ക് ഷാ മക്കൾ ഇവരുടെ മക്കളല്ല. ഇത് ആദ്യത്തെ തലമുറയാണ്, ഒന്നാമത്തെ തലമുറ. ഞാൻ 10ാമത്തെ തലമുറ. ഞാൻ 11ാമത്തെ തലമുറയാണ്. 10 പൂർത്തിയായിട്ട് ഇപ്പോ മാക്സിമം ഒരു 1.5 കൊല്ലമായി. ഇവിടുത്തെ പ്രധാന പരിപാടി ചക്കര പായസം, ജാറ മൂടുക, അല്ലെങ്കിൽ ഉണ്ടിയിൽ കാണിക്കുക. അവരുടെ ശക്തിക്കകത്ത് ചെയ്യും. കൂടുതലും ആഹാരങ്ങൾ, അന്നദാനമാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. ചാപ്പാട്, ചക്കര പായസം, ഇങ്ങനെയുള്ളത് പ്രധാന വഴിപാട്. അതന്നെ, അന്നദാനത്തിന് മേലെ ഒന്നുമില്ലല്ലോ, അതന്നെ കൂടുതലും. ഒരു ദിവസം, അതായത് 15 ദിവസം മുന്നേ ആയിട്ട് കൊടികയറ്റം. മാർച്ചിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ് നമ്മൾ നേർച്ച. ആചാരങ്ങൾ എന്ന് വെച്ചാൽ നമ്മളുടെ ദിക്ർ സലാത്ത് പകല് നടക്കും. രാത്രിക്ക് പക്കിരിമാരുടെ രാത്തീപുണ്ടാവും, കത്തിക്കുത്ത്. തഞ്ചാവൂർ മറ്റേ ഫോട്ടോ കണ്ടില്ലേ, ആ ഗ്രൂപ്പുകൾ വരും. തഞ്ചാവൂർ, നാഗൂർ ആ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട് അവരാണ് കൊല്ലവര് വന്നിട്ട് ഈ ചടങ്ങ് നടത്തുക. അത് കഴിഞ്ഞിട്ട് ഉടനെ മൗലദ് ഷരീഫ്, അത് 12-1 മണിക്ക് ക്ലോസ് ആകും രാത്രി. പിന്നെ 3 മണിക്ക് ശേഷം ചന്ദനം എടുത്തിട്ട് വന്ന് ചന്ദനത്തോടുകൂടി ചടങ്ങ് കൊടി ഇറക്കി വിടും. അതോടുകൂടി കഴിഞ്ഞു. സിയാറത്ത്, അന്നദാനം അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞു. എല്ലാ ദിവസങ്ങളിലും ആള് വരാറുണ്ട്. അതിൽ മാറ്റമൊന്നുമില്ല. ഇഷ്ടംപോലെ എല്ലാം, എല്ലാ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാം മതമൈത്രിയാണല്ലോ. എല്ലാ മതക്കാരും വരാറുണ്ട്. ഈ വരുമാനം എന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് 28 മെമ്പർമാരുണ്ട്. ഇതിൽ വന്നിട്ട് 1 മാസം, 15 ദിവസം, 4 കൊല്ലം, 3 കൊല്ലം. ഒരു വാപ്പയ്ക്ക് ഒരു മകനാണെങ്കിൽ 1 കൊല്ലം, 2 മക്കളാണെങ്കിൽ 6 മാസം, 3 മക്കളാണെങ്കിൽ 4 മാസം, 4 മക്കളാണെങ്കിൽ 3 മാസം. ഈ 3 മാസം നോക്കുന്ന വിഭാഗക്കാർക്ക് ഒരു 5-6 മക്കളുണ്ടെന്ന് അതിനെ റിവാർഡ് ചെയ്തിട്ട് 15 ദിവസം നോക്കും. അങ്ങനെ ഇപ്പൊ തഞ്ചാവൂർ തൊട്ട് മണ്ണാർക്കാട്, കോയമ്പത്തൂർ, പുതുനഗരം പല ഭാഗങ്ങളിൽ ഇതിലത്തെ അവകാശമുണ്ട്. ഈ 28 മെമ്പറുണ്ട്. ഞാനത് ക്ഷേത്രം എന്ന് വെച്ചാൽ അപ്പൊ ഇവിടെ ഒരു 100 പങ്കുണ്ടെങ്കിൽ അവിടെ ഒരു 6 പങ്ക് എന്ന ഒരു വാഗ്ദാനം മൂപ്പർ കൊടുത്തു എന്നാണ് പറച്ചല്. അന്ന് തൊട്ട് എന്ന് പറയും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ വന്നിട്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പൂജ. ബാക്കി എല്ലാ ദിവസങ്ങളിലും ആൾ പോകാറുണ്ട്. പിന്നെ ആയുധ പൂജ ദിവസം ഒരു പൂജയുണ്ട്. പിന്നെ അവർക്ക് 11 മാസം പൂജയാണല്ലോ. നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ പൂജയുണ്ട്. അത്യാവശ്യം മണ്ണാർക്കാട് ഭാഗങ്ങളിൽ, മലപ്പുറം ഭാഗങ്ങളിൽ നിന്നൊക്കെ വരാനുണ്ടല്ലോ വണ്ടികളിൽ വരും. ബസ്സിൽ വന്നിട്ട്, ബസ് ഇവിടെ വരില്ല. റോഡ് സൈഡിൽ മെയിൻ റോഡിൽ നിർത്തിയിട്ട് വന്നിട്ട് സിയാറത്ത് ചെയ്ത് പോകാൻ. കൂടുതൽ ആ ഭാഗത്തുനിന്ന് വരാനുണ്ട്. മലപ്പുറം, മണ്ണാർക്കാട് ഈ ഭാഗങ്ങൾ, കാഞ്ഞിരപ്പുഴ. ഞങ്ങൾ ഇവിടെ കൊടുക്കാറുള്ളതാണ്. ഞങ്ങൾ ഈ പൂമണ്ണ് കൊടുക്കും, അമ്പലത്തിൽ ഭസ്മം കൊടുക്കും, അതായത് വിഭൂതി. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അസുഖമുള്ളവർക്ക് ലേശം വെള്ളത്തിലിട്ട് വെള്ളം കഴിക്കാൻ കൊടുക്കും. അത്ര തന്നെ. ഇത് തന്നെ മരുന്നായിട്ട് കൊടുക്കാറുള്ളത് പഴയ കാലം തൊട്ട്. ഭസ്മം കൊടുക്കും, ഞങ്ങൾ ഈ മണ്ണും കൊടുക്കും. ഇതാണ് പ്രധാന ഇത്.
അവർ ഉപയോഗിക്കും. വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ കഴിക്കാം. അല്ല കല്യാണം കഴിക്കാത്തവർക്ക് ലേശം മോരൊക്കെ കഴുകിയെടുക്കും. ഈ മണ്ണല്ല ഇതന്നെ. ഈ സാധനം ഞങ്ങളുടെ ഈ കാമ്പൗണ്ടിൽ നിന്ന് 2 മുഴത്തിന് താഴെ എടുക്കുകയാണിത്. ഇത് വന്നിട്ട് മാക്സിമം പഴയ ആചാരം എങ്ങനെയാന്ന് വെച്ചാൽ 2 മുഴത്തിന് താഴെ എടുക്കുക. ഈ കാമ്പൗണ്ടിനുള്ളിൽ എടുക്കും. എടുത്തിട്ട് അപ്പൊ തന്നെ നമ്മൾ ആവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് മൂടി വയ്ക്കാം. പിന്നെ ഇതിന് ദിക്രി സലാത്തൊക്കെ നടത്തിയിട്ടാണ് കൊടുക്കാറ്. ഇത് തന്നെ മരുന്ന് മണ്ണ് തന്നെ കൊടുക്കുന്നത്. മണ്ണ് മരുന്നായിട്ട് കൊടുക്കും. ഇത് പൂ മണ്ണെന്ന് പറയും. ഇത് ഞങ്ങളുടെ ഈ ദർഗാന്റെ കാമ്പൗണ്ടിന്റെ ഉള്ളിൽ നിന്ന് 2 മുഴത്തിന്റെ താഴെ വെട്ടിയെടുക്കാറുള്ളത്. വെട്ടിയിട്ട് അത് മൂടി വെച്ചാൽ പിന്നെ 2, 3, 4 മാസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരാവശ്യം വരുമ്പോൾ എടുക്കാൻ പറ്റില്ല. ഏത് അല്ലല്ല, അത് അമ്പലത്തിൽ ഭസ്മം അവര് പൂജയ്ക്ക് വെച്ചിട്ട് കൊടുക്കും. രണ്ടും മിക്സ് ചെയ്യും. പഴയ ആചാരം അങ്ങനെയാണ്. അത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ ഇപ്പൊ ചിലവർ വീട് വെക്കണില്ല എന്ന് കണക്ക് കൂട്ടി അവരൊരു നീയത്ത് വയ്ക്കും. വിറ്റ് കിട്ടണമെന്ന് 4 മൂലയ്ക്ക് കൊണ്ട് ഇടാറുണ്ട്. അപ്പൊ അത് വിറ്റ് കിട്ടും. വന്ന് വല്ല വഴിപാടുണ്ടെങ്കിൽ അവർ ചെയ്യും. വഴിപാടെന്ന് വെച്ചാൽ ഇതന്നെ അന്നദാനം, ചോറ്, പാച്ചോറ്, കൂടുതൽ ഇഷ്ടംപോലെ ചാപ്പാട് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകണം. മെയിൻ ചോറ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഇതിപ്പോ ഞങ്ങൾക്ക് ഈ ആളുകളൊക്കെ വരുമ്പോ നോക്കിയാൽ തന്നെ ഇതിന്റെ യഥാർത്ഥം അറിയാറുള്ളൂ. ഞങ്ങൾ മാക്സിമം 6 മണിക്ക് കൂട്ടാം. വ്യാഴാഴ്ച ദിക്ർ സലാത്ത് എല്ലാ മതക്കാരും വരും. എല്ലാ വിഭാഗം വരും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതങ്ങളൊന്നുമില്ല. എല്ലാ മതവും വരും. പിന്നെ ദിക്ർ വന്നിട്ട് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 2:45 ക്ലോസ് ചെയ്യും. സ്ത്രീകൾ വന്ന് പുറത്തിരിക്കും. ആണുങ്ങൾ ഉള്ളിൽ ആളിലുണ്ടാവും. ദിക്ർ ഹാളിൽ. ദിക്ർ സലാത്തിന്റെ ഹാളുണ്ടല്ലോ. ആളിൽ ഒരു 80 ആളുകളും ഇരിക്കാം. ഓതാനിരിക്കുന്നവർക്ക് ഒരു 80 ആൾക്ക് ഇരിക്കാം. പിന്നെ പുറത്ത് കൂടുതൽ ആൾക്കാരിരിക്കും. ഉള്ളിലും ഇതിലൊക്കെ സ്ഥല സൗകര്യം പോരാത്തതുകൊണ്ട് ഇത് അപ്പുറത്ത് ഞങ്ങൾ ഒരു ഹാള് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലേഡീസിന് മാത്രം ഇരിക്കാൻ വേണ്ടി. നോക്കിയില്ല. അപ്പൊ അത് ലേഡീസ് മാത്രം ഇരുത്താം എന്ന് കണക്ക് കൂട്ടിയിട്ടാണ്. ഞങ്ങളുടെ കാമ്പൗണ്ടിനുള്ളിൽ നിന്ന് എടുക്കുന്നത്. ഇത് വന്നിട്ട് 2 മുഴത്തിന്റെ താഴെയായിട്ട് പഴയ കാലത്ത് ഈ നായി മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ വൃത്തിയുണ്ടായില്ല. അതുകൊണ്ട് താഴെയായിട്ട് എടുക്കാൻ പറഞ്ഞാൽ അത് പഴയ ആചാരപ്രകാരം എടുക്കുകയാണ്. എടുത്തിട്ട് ഞങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ മൂടി വെച്ചാൽ പിന്നെ അടുത്ത ഭാഗത്ത് എടുക്കുകയാണ്. ഒരേ ഭാഗത്ത് എടുക്കില്ല. പിന്നെ ഇതിന് ദിക്ർ കഴിഞ്ഞിട്ട് ഇതിനെ ഉപയോഗിച്ച് ഞങ്ങൾ കൊടുക്കാറുള്ളത്. ലേശം ഒരു സ്പൂൺ എത്രയ്ക്കാ കൊടുക്കുക. പൊതിയാക്കിയിട്ട് കൊടുക്കും. ഈ സാധനമാണ്. ഇതിപ്പോ സാധാരണ വന്നവർ ഒന്നുമില്ലെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. എല്ലാവർക്കും വേണമെന്ന് നിർബന്ധിച്ച് വാങ്ങിച്ചിട്ട് പോകും. ഇതര മതസ്ഥന്റെ സംസ്കാരം വീണ്ടെടുക്കുന്ന രംഗം. മതമൈത്രിയല്ല സഹോദരന്മാരെ, മനുഷ്യമൈത്രിയാണ്. മുജാഹിദുകൾ അതിനാണ് പ്രേരിപ്പിക്കുന്നത്. പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റാൻ പറഞ്ഞപ്പോ, പ്രായമുള്ളവനെ ബഹുമാനിക്കാൻ പറഞ്ഞപ്പോ, ചെറുപ്പക്കാരോട് കാരുണ്യം കാണിക്കാൻ പറഞ്ഞപ്പോ അതൊന്നും അവിടെ മതത്തിന്റെ വരമ്പുകൾ വെച്ചിട്ടില്ല. ജാതി നോക്കാതെ, മതം നോക്കാതെ, മനുഷ്യനാണോ, പ്രയാസപ്പെടുന്നവനാണോ അവനെ സഹായിച്ചോന്ന അതിന് റസൂലുള്ളാന്റെ മാതൃകണ്ട്. എന്നാൽ മറ്റുള്ളവന്റെ സംസ്കാരം അത് പിൻപറ്റാൻ ഇസ്ലാമിന്റെ പിൻബലമില്ല, ഖുർആനിന്റെ പിൻബലമില്ല. ഇപ്പൊ എന്താ കണ്ടത്? മണ്ണ് തീറ്റിക്കുക. ഇതിനാണ് ഇവിടുന്ന് സിയാറത്ത് ടൂർ കൊണ്ടുപോകുന്നത്. മുമ്പ് ഉമ്മർ മൗലവിന്റെ ഒരു രസം പറയാറുണ്ട്. ഹജ്ജിന് ചെന്നപ്പോ ഏതോ ഒരു സാധു, ഇങ്ങനത്തെ ആളുകളെ ഫത്വ കേട്ട് ജീവിക്കുന്ന ആളുകളല്ലേ, മക്കത്തുനിന്ന് ഇങ്ങനെ മണ്ണ് വാന്തിയെടുത്തൂന്നാ. അപ്പൊ ഉമ്മർ മൗലവി ചോദിച്ചൂന്നാ, എന്തിനാണ് ഈ മണ്ണ് കൊണ്ടുപോണ്? ഹബീബായ മുത്തുറസൂല് നടന്ന ഭൂമിയല്ലേന്നാ. ഉടൻ ഉമ്മർ മൗലവി ചോദിച്ചൂന്നാ, അബൂജാഹിൽ നടന്നത് തീകുർത്തനല്ലേ? അയാളാ മണ്ണ് അവിടെ ഇട്ടൂന്നാ. മണ്ണിനെന്ത് സ്ഥാനമാണ് സഹോദരന്മാരെ? ഈ ഭൂമിയിൽ ജീവിക്കാനല്ല, തിന്നാൻ പറഞ്ഞിരിക്കണം. എന്നിട്ട് മണ്ണ് തീറ്റിക്കുക, പുറമെ ഭസ്മവും. ഈ ഒരവസ്ഥയിലേക്ക്, അമ്പലത്തിലെ ഭസ്മവും മണ്ണും തീറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചത് പുരോഹിതന്മാരാണ്, പണ്ഡിതന്മാരാണ്.